അതായത് BJP ഒഴിച്ചുള്ള എല്ലാ മാധ്യമങ്ങളോടും നമ്മൾക്ക് ഒരു സമീപനമാണ്. അതിന് ചില പാർട്ടികൾ ഞങ്ങളുടെ ചില അജണ്ടയോടൊത്ത് വരുമ്പോൾ മറ്റു അജണ്ടകളോട് ലേശം അകലുണ്ടാവും. വേറെ പാർട്ടികൾക്ക് വേറെ ചില അജണ്ടയിൽ കുറച്ച് അടുപ്പുണ്ടാവുമ്പോൾ കുറച്ച് അകലുണ്ടാവും. ഒരു കൃത്യമായ സ്റ്റേറ്റ് വെച്ച് ഇവരാണ് കൂടുതൽ അടുത്തത് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ ഞങ്ങൾ നിലപാട് BJP ഒഴിച്ചുള്ള രണ്ട് മുന്നണികളും അവരെ ഒരു മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുകയാണെങ്കിൽ പരസ്യമായി ഈ മുന്നണികളുമായി കൂട്ടുചേരാം എന്നതാണ് ഞങ്ങളുടെ ഒരു പൊതു തീരുമാനം. മനസാക്ഷി വോട്ട് അങ്ങനെ തീരുമാനിക്കാറായിട്ടില്ല. മനസാക്ഷി വോട്ടിന്റെ സാധ്യത ഉണ്ടാവില്ല. മഞ്ചേശ്വരത്ത് ഞങ്ങളെ 45 സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചു. ഏകദേശം ഞങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ. ഇതിലിപ്പോ ഒരു ചർച്ച വരുന്നത് മഞ്ചേശ്വരത്ത് എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്നതാണ്. അതിന് BJPയുടെ ഒരു വലിയ സാധ്യതയുണ്ട് എന്ന് ഈ ചോദ്യം ചോദിക്കുന്നവർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. BJPക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തകരുള്ള, പഞ്ചായത്ത് മെമ്പർമാരുള്ള, ജനകീയ അടിത്തറ വികസിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രദേശം. അവിടെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എവിടെ മത്സരിക്കണം, എവിടെ മത്സരിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചില ഇളവുകൾ, ചില പാർട്ടികൾ ജയിച്ചു കയറുന്നതിനേക്കാൾ ഉപരി ചില പാർട്ടികളെ പരാജയപ്പെടുത്താൻ, പ്രത്യേകിച്ച് പറഞ്ഞാൽ BJP പരാജയപ്പെടുത്താൻ ചില നിലപാടുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു, പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ആരോടൊപ്പമൊക്കെയാണ് നിന്നത്, അവര് പിന്നീട് BJPയെ തോൽപ്പിക്കാൻ, BJPയെ ഞങ്ങളെ തോൽപ്പിക്കാൻ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, BJP വരരുത് എന്ന് സത്യസന്ധമായി ഈ മുന്നണികൾ തീരുമാനിച്ചുവെങ്കിൽ കഴിഞ്ഞ തവണ ഏത് പാർട്ടിയാണ് വിജയിച്ചത് ആ പാർട്ടിക്ക് 3-ാം സ്ഥാനത്തുള്ള മെയിൻ പാർട്ടി പിന്തുണ കൊടുത്തുകൊണ്ട് BJPയുടെ വരവ് തടയാൻ ആവശ്യമായ നടപടികൾ എടുത്തിരുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മറിച്ച് SDPI മത്സരിക്കുമ്പോൾ മാത്രം വരുന്ന ഒരു BJP. ഞങ്ങളെ BJPക്കെതിരെ വളരെ കലുഷവും കൃത്യവുമായ പ്രചാരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇനിയും അത് നടത്തും, അതിൽ യാതൊരു സംശയവും. പക്ഷേ ഞങ്ങൾക്ക് മത്സരിക്കേണ്ടത് മത്സരിക്കാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് അധികാരമുണ്ട്. അത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ ഞങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുമുണ്ട്.